ഉത്തരാഖണ്ഡിലെ ശാന്തമായ പഞ്ചൂർ ഗ്രാമത്തിൽ 1972 ജൂൺ 5-ന് അജയ് മോഹൻ സിംഗ് ബീഷ്ത് എന്ന പേരിൽ യോഗി ആദിത്യനാഥ് ജനിച്ചു. എളിമയുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. 7 സഹോദരങ്ങളിൽ രണ്ടാമനായിരുന്നു അദ്ദേഹം. വനപാലകനായ അച്ഛനും വീട്ടമ്മയായ അമ്മയും അവനിൽ അച്ചടക്കത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും മൂല്യങ്ങൾ പകർന്നു. ചെറുപ്പം മുതലേ അജയ് ഒരു മൂർച്ചയുള്ള ബുദ്ധിയും ശക്തമായ ലക്ഷ്യബോധവുമുള്ള കുട്ടിയായിരുന്നു. ഹേമവതി നന്ദൻ ബഹുഗുണ ഗർവാൾ സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടി. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഹൃദയം അക്കാദമിക് വിദഗ്ധർക്ക് അതീതമായ ഒന്നിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. 1990കളുടെ തുടക്കത്തിൽ രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ ആവേശത്തിൽ അജയ് തൻ്റെ വീടും കുടുംബവും ഉപേക്ഷിച്ച് സമരത്തിൽ പങ്കുചേർന്നു. ഈ സമയത്താണ് അദ്ദേഹം ഗോരഖ്പൂരിലെ ഗോരഖ്നാഥ് മഠത്തിലെ പ്രധാന പുരോഹിതനായ മഹന്ത് വൈദ്യനാഥിനെ കണ്ടുമുട്ടുന്നത്. ഈ കൂടിക്കാഴ്ച പരിവർത്തനാത്മകമായിരുന്നു. മഹന്ത് വൈദ്യനാഥ് അജയ് എന്ന ചെറുപ്പക്കാരനിൽ സാധ്യതകൾ കണ്ടു. അവനെ തൻ്റെ ചിറകിന് കീഴിലാക്കി. 1994 അജയ് ഹിന്ദു മതത്തിലെ നാഥ് വിഭാഗത്തിൽ പ്രവേശിക്കുകയും യോഗി ആദിത്യനാഥ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ലൗകിക ബന്ധങ്ങൾ വെടിഞ്ഞ് ആത്മീയ പരിശീലനത്തിനും സാമൂഹിക സേവനത്തിനും സ്വയം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം സന്യാസ ജീവിതം സ്വീകരിച്ചു. കാലക്രമേണ അദ്ദേഹം വൈദ്യനാഥിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായി തീർന്നു. 2014 ഗോരഖ്നാഥ് മഠത്തിലെ മഹന്തായി അദ്ദേഹം മാറി. യോഗി ആദിത്യനാഥിൻ്റെ ആത്മീയ യാത്ര സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കടമബോധവുമായി ആഴത്തിൽ ഇടചേർന്നിരുന്നു. ഗോരഖ്നാഥ് മഠത്തിലെ മഹന്ത് എന്ന നിലയിൽ അദ്ദേഹം ഗോരഖ്പൂരിലെയും അതിനപ്പുറമുള്ള ജനങ്ങളെയും സേവിച്ചുകൊണ്ട് ഗോരഖ്നാഥ് ട്രസ്റ്റ് രൂപീകരിക്കുകയും ഗോരഖ്നാഥ് ട്രസ്റ്റ് ഫണ്ടിന് കീഴിൽ നിരവധി സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും കൈകാര്യം ചെയ്യുകയും ചെയ്തു. സാമൂഹികവും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു വക്താവായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1998 യോഗി ആദിത്യനാഥ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു. 26-ാം വയസ്സിൽ ഗോരഖ്പൂരിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. ഇത് അദ്ദേഹത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെൻറ്റ് അംഗങ്ങളിൽ ഒരാളാക്കി. ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഉജ്ജ്വല വാഗ്മിയും ഹിന്ദുത്വയുടെ ഉറച്ച വക്താവുമായി അദ്ദേഹം പെട്ടെന്ന് പ്രശസ്തി നേടി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ അവ ജനസംഖ്യയിലെ ഒരു പ്രധാന വിഭാഗവുമായി പ്രതിധ്വനിക്കുകയും ചെയ്തു. വർഷങ്ങളായി അദ്ദേഹം തുടർച്ചയായി 5 തവണ MP ആയി വിജയിച്ചു. ഒരു പ്രമുഖ രാഷ്ട്രീയ വ്യക്തി എന്ന നിലയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന കാലത്ത് യോഗി ആദിത്യനാഥ് ദേശീയ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഹിന്ദു യുവവാഹിനി എന്ന യുവജന സംഘടന സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ധ്രുവീകരണ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന സംഘടന പിന്തുണയുടെയും വിവാദത്തിൻ്റെയും ഉറവിടമായി മാറി. വെല്ലുവിളികൾക്കിടയിലും യോഗി ആദിത്യനാഥ് തൻ്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുകയും BJPക്കുള്ളിൽ പ്രാമുഖ്യം നേടുകയും ചെയ്തു. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 403-ൽ 312 സീറ്റുകൾ നേടി ഭാരതീയ ജനതാ പാർട്ടി വൻ വിജയം കരസ്ഥമാക്കി. യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മുന്നണി പോരാളിയായി ആദ്യം കണ്ടിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയും സംഘടനാ വൈദഗ്ധ്യവും ശക്തമായ പ്രത്യയശാസ്ത്ര നിലപാടും അദ്ദേഹത്തെ CMനായുള്ള നിർബന്ധിത ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റി. 2017 മാർച്ച് 19-ന് അദ്ദേഹം ഉത്തർപ്രദേശിൻ്റെ 21ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഉത്തർപ്രദേശ് കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ സമസ്ത മേഖലകളിലും ഉത്തർപ്രദേശ് വളരെയധികം മുമ്പോട്ട് പോയി. അത് സാമ്പത്തിക മേഖലയായിക്കോട്ടെ, അല്ലെങ്കിൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സമസ്ത മേഖലയിലും യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ ഉത്തർപ്രദേശ് വളരെയധികം മുമ്പോട്ട് പോയി. അതിൽ ഓരോ മേഖലയിലെയും അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സാണ് ഇനി നോക്കാനായി പോകുന്നത്. ആദ്യത്തേത് സാമ്പത്തിക വളർച്ച രംഗത്ത്. യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ 2ാമത്തെ വലിയ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയായി മാറി. സംസ്ഥാനത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനവും പ്രതിശീർഷ വരുമാനവും 12 ഇരട്ടിയിലധികമായി. അദ്ദേഹം നിക്ഷേപ സൗഹൃദ നയങ്ങളിലൂടെ മാനദണ്ഡങ്ങൾ ലളിതമാക്കുകയും ബിസിനസ്സുകൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഉറപ്പാക്കുകയും ചെയ്തു. ബജറ്റ് ചോർച്ച ഒഴിവാക്കുകയും സാമ്പത്തിക സ്ഥിരത പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിനെ ഒരു റവന്യൂ മിച്ച സംസ്ഥാനമാക്കി മാറ്റാനും യോഗി ആദിത്യനാഥിന് കഴിഞ്ഞു. അടുത്ത അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലാണ്. യോഗി ആദിത്യനാഥ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകി. ഉത്തർപ്രദേശിനെ കണക്ടിവിറ്റിയുടെയും വികസനത്തിൻ്റെയും കേന്ദ്രമാക്കി മാറ്റി.
പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ, ബുദ്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ തുടങ്ങിയ പദ്ധതികൾ റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തി. ജവാർ എയർപോർട്ട് വരാനിരിക്കുന്ന നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം 2025 പ്രവർത്തനക്ഷമമാകും. അതായത് യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ പുതിയ എയർപോർട്ടുകൾ ഉത്തർപ്രദേശിലേക്ക് വരികയാണ്. മെട്രോയുടെ വിപുലീകരണം, നഗരഗതാഗതം മെച്ചപ്പെടുത്തി. ലക്നൗ, കാൺപൂർ, ആഗ്ര തുടങ്ങിയ നഗരങ്ങളിലേക്ക് യോഗി ആദിത്യനാഥ് മെട്രോ സർവീസുകൾ വ്യാപിപ്പിച്ചു. ഇനി അടുത്ത പ്രധാനപ്പെട്ട നേട്ടം ക്രമസമാധാന മേഖലയിലാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും കൂടി പോവുകയാണ്. അപ്പോൾ ചിലപ്പം ഗുണ്ടകൾ വന്നിട്ട് ആ ഭാര്യേനെ തട്ടിക്കൊണ്ടുപോകും. അത് ചോദിക്കാൻ ചെന്നാൽ ഭർത്താവിനെ കൊന്നുകളയും. അത്രയും അധികം, അതായത് പട്ടാപ്പകൽ പോലും അതായിരുന്നു യു പിയിലെ സ്ഥിതി. ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് ശാന്തമാണ്. ഇതിന് ഒറ്റ കാരണക്കാരനേ ഉള്ളൂ, യോഗി ആദിത്യനാഥ്. ക്രമസമാധാനത്തിൻ്റെ രംഗത്താണെങ്കിൽ വളരെയധികം യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ യു പി മുമ്പോട്ട് പോയി. അവിടെയാണെങ്കിൽ ഉള്ള ക്രിമിനൽസിനെ മുഴുവൻ എൻകൗണ്ടർ രാജ് എന്ന പേരിൽ ക്രിമിനൽസ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പോലീസിന് സറണ്ടർ ആകാത്ത നേരം വെടിവെച്ച് കൊല്ലുകയും ബുൾഡോസർ രാജിലൂടെ മറ്റേ കുറ്റവാളികളായ ആൾക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ അങ്ങനെയുള്ളവ ഇടിച്ചു നിരത്തുകയും ചെയ്തു. അദ്ദേഹം സീറോ ടോളറൻസ് പോളിസി, അതായത് 10,000-ലധികം കുറ്റവാളികൾ യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ ഭരണത്തിൽ വന്നപ്പോൾ പോലീസിൽ കീഴടങ്ങുകയും സംഘടിത കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കപ്പെടുകയും ചെയ്തു. പോലീസ് പ്രധാന നഗരങ്ങളിൽ കമ്മീഷണറേറ്റുകൾ സ്ഥാപിക്കുകയും പ്രത്യേക സുരക്ഷാ സേന രൂപീകരിക്കുകയും ചെയ്തു. അതായത് പ്രത്യേക സുരക്ഷാ സേനയിലൂടെയും എൻകൗണ്ടർ രാജിലൂടെയും ബുൾഡോസർ രാജിലൂടെയും സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന് എതിരെ നിൽക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഗുണ്ടകളെ വധിക്കുകയും അങ്ങനെ സംസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പാക്കുകയും ചെയ്തു. അടുത്ത് ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെയും അധസ്ഥിതരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരുകൾ നിരവധി ക്ഷേമ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പാർപ്പിടം, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായി പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 56 ലക്ഷത്തിലധികം വീടുകൾ യോഗി ആദിത്യനാഥ് നിർമ്മിച്ചു നൽകി. ഈ ശ്രമങ്ങൾ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ സുരക്ഷിതമായ ഭവനം പ്രദാനം ചെയ്തു. അടുത്ത സ്വച്ഛ് ഭാരത് അഭിയാൻ മൂലം 2,62,00,000 ടോയ്ലറ്റുകൾ നിർമ്മിച്ചു. ഇത് ഗ്രാമങ്ങളിലെ ശുചിത്വത്തിൻ്റെ കാര്യം ഗണ്യമായി മെച്ചപ്പെടുത്തുകയും തുറസായ മലമൂത്ര വിസർജനം കുറയ്ക്കുകയും ചെയ്തു. അടുത്ത സൗജന്യ റേഷൻ വിതരണമാണ്. COVID-19 പാൻഡമിക് സമയത്ത് വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് 14.7 കോടിയിലധികം ആളുകൾക്ക് സർക്കാർ സൗജന്യ റേഷൻ നൽകി. അടുത്തത് സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളാണ്. 708.49 കോടി രൂപയുടെ സ്കോളർഷിപ്പുകൾ 32.5 ലക്ഷത്തിലധികം പേർക്ക് വിതരണം ചെയ്തു. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി ഏകദേശം 89.31 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്തതാണ്. അടുത്ത വിവാഹങ്ങൾക്ക് ധനസഹായ പദ്ധതി. ഏകദേശം 4.76 ലക്ഷം ഗുണഭോക്താക്കൾ ഈ പദ്ധതിക്ക് കീഴിൽ സാമ്പത്തിക സഹായം ലഭിച്ചു. മൊത്തം 951.13 കോടി വിതരണം ചെയ്തു. അടുത്ത് പരമ്പരാഗത തൊഴിലാളികളെ ശാക്തീകരിക്കാൻ വേണ്ടി വിശ്വകർമ്മ സ്കീം മൂലം 3,68,000 പരമ്പരാഗത തൊഴിലാളികൾക്കും കരകൗശല തൊഴിലാളികൾക്കും ഇതുമൂലം പ്രയോജനം കിട്ടി. അവർക്ക് ഉപകരണങ്ങളും പരിശീലനങ്ങളും സാമ്പത്തിക പിന്തുണയും പ്രദാനം ചെയ്തു. അടുത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയുള്ള പിന്തുണയാണ്. നിഷാദ് രാജ് ബോട്ട് സബ്സിഡി സ്കീമും രവിദാസിൻ്റെ പേരിലുള്ള ലെതർ പാർക്കുകളും പോലുള്ള സംരംഭങ്ങൾ നിർദ്ദിഷ്ട സമുദായങ്ങളെ ഉന്നമനം ലക്ഷ്യമിടുന്നു. മിർസാപൂരിലെയും സോൻഭദ്രയിലെയും ട്രൈബൽ മ്യൂസിയങ്ങൾ ഗോത്ര പാരമ്പര്യം സംരക്ഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. അടുത്ത സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനും വേണ്ടിയുള്ള പദ്ധതികളാണ്. അതിലൊന്നാമത്തേതാണ് ആൻറ്റി റോമിയോസ് കോഡ്. പൊതു ഇടങ്ങളിലെ പീഡനങ്ങൾ പരിഹരിക്കുന്നതിനും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സമർപ്പിതമായ സംരംഭമാണ് ആൻറ്റി റോമിയോസ് കോഡ്. വനിതാ PSC ബറ്റാലിയനുകൾ. സ്ത്രീകൾക്ക് മാത്രമായി പ്രൊവിഷ്യൽ ആൻഡ് കോൺസ്റ്റബിളുകൾ 3 ബറ്റാലിയനുകൾ സ്ഥാപിക്കുന്നു. രാത്രി PRVകൾ, അതായത് പോലീസിൻ്റെ രാത്രി കാലത്തുള്ള പ്രത്യേക വാഹന സംവിധാനങ്ങളാണ്. ഇത് സ്ത്രീകൾക്ക് സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത വ്യാവസായിക നിക്ഷേപം. യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ ഉത്തർപ്രദേശ് വ്യാവസായിക രംഗത്ത് വളരെയധികം മുമ്പോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ നിക്ഷേപ സൗഹൃദ നയങ്ങൾ, ലളിതമാക്കിയ നിയന്ത്രണങ്ങളും മെച്ചപ്പെട്ട ക്രമസമാധാനവും ബിസിനസ്സുകളെ ആകർഷിച്ചു. അതായത് ഇത്രയും കാലം യു പിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ തിരിച്ചടിയായിരുന്നു അവിടുത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ്. ആ കാരണങ്ങളാൽ തന്നെ
ബിസിനസ്സുകൾ ഒരിക്കലും UPയിലോട്ട് പോയിരുന്നില്ല. എന്നാൽ യോഗി ആദിത്യനാഥ് ക്രമസമാധാനം ഉറപ്പാക്കുകയും നിക്ഷേപ സൗഹൃദ നയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അതിലൂടെ ബിസിനസ്സുകൾ UPയിലേക്ക് ആകർഷിക്കപ്പെട്ടു. അടുത്ത വ്യാവസായിക വളർച്ചയിലൂടെ സംസ്ഥാനത്ത് ബിസിനസ്സുകൾ കൊണ്ടുവന്നപ്പോൾ തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുകയും ഒട്ടനവധി ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും ചെയ്തു. അടുത്തത് സാമൂഹിക നീതിക്ക് വേണ്ടിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളെ ശാക്തീകരിക്കാൻ സർക്കാർ ശ്രമിച്ചു. ദാരിദ്ര്യം ഒഴിവാക്കൽ പദ്ധതി ലക്ഷ്യമിടുന്നത് ദരിദ്ര കുടുംബങ്ങളെ സർക്കാർ ക്ഷേമ പദ്ധതികളുമായി ബന്ധിപ്പിച്ച് കടുത്ത ദാരിദ്ര്യം ഇല്ലാതാക്കാൻ. ദലിതർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും പിന്തുണ. ഈ സമുദായങ്ങളെ ഉന്നമിപ്പിക്കുന്നതിന് പാർപ്പിടം, പെൻഷൻ, തൊഴിലവസരങ്ങൾ എന്നിവ നൽകുകയും ചെയ്തു. അടുത്തത് സാംസ്കാരികവും ആത്മീയവുമായ പ്രൊമോഷൻ. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന് ഊന്നൽ നൽകി. അയോധ്യ, വാരണാസി, മധുര തുടങ്ങിയ നഗരങ്ങളിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നു. യോഗി ആദിത്യനാഥിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സനാതനധർമ്മത്തിനും ഇന്ത്യൻ സംസ്കാരത്തിനുമുള്ള പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് യോഗി ആദിത്യനാഥ് രാമമന്ദിർ പ്രസ്ഥാനത്തെ ശക്തമായി പിന്തുണച്ചിട്ടുണ്ട്. അദ്ദേഹം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റുമായി സജീവമായി സഹകരിച്ച് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ സുഗമമായ പുരോഗതി ഉറപ്പുവരുത്തി. പിന്നെ അദ്ദേഹം അയോധ്യയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. അതായത് വിനോദസഞ്ചാരത്തിനുള്ള ഒരു കേന്ദ്രമായി കൂടി അയോധ്യയെ മാറ്റി. റോഡ്, റെയിൽവേ, എയർ കണക്ടിവിറ്റി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. തീർത്ഥാടകർക്കും സന്ദർശകർക്കും വേണ്ടിയുള്ള സൗകര്യങ്ങൾ അദ്ദേഹം വിപുലീകരിക്കുകയും ചെയ്തു. ഇനി പ്രതീകാത്മക നാഴികക്കല്ലുകളാണ്. യോഗി ആദിത്യനാഥ് ക്ഷേത്രത്തിന് മുകളിൽ കലശം സ്ഥാപിച്ച് ആഘോഷിച്ചു. ഇത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഇനി അദ്ദേഹം സാംസ്കാരികവും സാമൂഹികവുമായ ഐക്യം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഉറപ്പാക്കി. അതായത് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള വിധി വന്നപ്പോൾ UPയിൽ ഒരു കലാപം ഉണ്ടാകുമോ എന്ന് പലരും ഭയന്നിരുന്നു. എന്നാൽ യോഗി ആദിത്യനാഥ് അവിടുത്തെ ക്രമസമാധാനം ഉറപ്പാക്കുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. അതും യോഗി ആദിത്യനാഥിൻ്റെ എടുത്തു പറയേണ്ട അച്ചീവ്മെൻ്റാണ്.